നിർമ്മാണം പുരോഗമിക്കുന്ന ആലപ്പുഴ ദേശീയപാതയിൽ വീണ്ടും ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു. രൂപരേഖ തയ്യാറാക്കാൻ നിയോഗിച്ച കൺസൾട്ടൻസിയുടെ സാങ്കേതിക പിഴവിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ആവശ്യത്തിന് വീതി ലഭിക്കാതെ വന്നതോടെയാണ് വീണ്ടും ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ ആരംഭിക്കുന്നത്. ദേശീയപാത 66-ൽ നിർമ്മാണം പുരോഗമിക്കുന്ന പറവൂർ മുതൽ കൃഷ്ണപുരം വരെയുള്ള ഭാഗത്താണ് വീണ്ടും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നത്. 45 മീറ്ററിലാണ് ഭൂമി ഇവിടെ വേണ്ടത്. നേരത്തെ ഏറ്റെടുത്തപ്പോൾ ഈ ഭാഗത്ത് ചിലയിടങ്ങളിൽ നിശ്ചിത വീതി ഉണ്ടായിരുന്നില്ല. 1/2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ കുറവാണ് വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് കരാറുകാരൻ 1 വർഷം മുൻപ് തന്നെ ദേശീയപാത അതോറിറ്റിയെ ഈ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. വീണ്ടും ഈ കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടെയാണ് അടിയന്തരമായി സ്ഥലം ഏറ്റെടുക്കാൻ NHAI ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാത സ്ഥലം ഏറ്റെടുത്ത് കല്ലിട്ടതിന് ശേഷമുള്ള സ്ഥലങ്ങളിൽ നിർമ്മിതികൾ ഓരോ വീട്ടുകാരും നടത്തി. ഉള്ള സ്ഥലത്ത് വീട് വെച്ചു, അല്ലെങ്കിൽ നവീകരിച്ച് കടമുറികളാക്കി അവർ ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. ഇപ്പോഴതെല്ലാം പൊളിക്കണമെന്ന് പറയുന്നത് അശാസ്ത്രീയ നടപടിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കാലോചിതമായ മാറ്റം വരുത്തുവാൻ അധികൃതർ NH അതോറിറ്റി തയ്യാറാകണം. അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട്, തോട്ടപ്പള്ളി, വണ്ടാനം എന്നിവിടങ്ങളിലാണ് അളവിൽ കാര്യമായ വ്യത്യാസമുള്ളത്. ഹരിപ്പാട് മാധവ ജംഗ്ഷൻ, ചേപ്പാട്, രാമപുരം, കായംകുളം, കൃഷ്ണപുരം തുടങ്ങിയ സ്ഥലങ്ങളിലും ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയുടെ വീതി കുറവ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതിനു ശേഷം അവശേഷിക്കുന്ന ഭാഗം പുനർനിർമ്മിച്ച് ഉപയോഗിക്കുന്നവർക്കാണ് വീണ്ടും ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് റവന്യൂ വിഭാഗം. 6 വരി പാതയുടെ ഇരുവശവും 1.5 മീറ്റർ വീതിയിലുള്ള കുടിവെള്ള പൈപ്പ് ലൈനുകളും ടെലിഫോൺ കേബിളുകളും കടത്തിവിടാനുള്ള ബോക്സുകളും പണിയുന്നുണ്ട്. ഇതിനു മുകളിലാണ് നടപ്പാത നിർമ്മിക്കുന്നത്. വീതി കുറവുള്ള ഭാഗങ്ങളിൽ ഇടനാഴിയുടെ വീതി കുറയ്ക്കാമെന്നാണ് ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത്. എന്നാൽ ഇത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് കരാറുകാരൻ സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ അധികൃതർ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.